റീസൺ ഉണ്ട്. നമ്മുടെ ബബ്ബുക്കുട്ടിയുടെ 6th ബർത്ത്ഡേ ആയിരുന്നു കഴിഞ്ഞ ദിവസം. ജൂൺ 1-നാണ് അവളുടെ ബർത്ത്ഡേ. അപ്പോൾ നമ്മൾ ചെറിയൊരു സെലിബ്രേഷനൊക്കെ ഒരു കിഡ്സ് പാർട്ടിയൊക്കെ വീട്ടിൽ വെച്ച് നടത്തിയിട്ടുണ്ടായിരുന്നു. ശനിയാഴ്ച ആയിരുന്നു കേട്ടോ നടത്തിയത്. ഞായറാഴ്ച ദിവസം പൊതുവെ എല്ലാവരും തിരക്കുള്ള ദിവസം ആയതായിരുന്നു. നമ്മൾ ശനിയാഴ്ചയാണ് ബർത്ത്ഡേ പാർട്ടിയൊക്കെ അറേഞ്ച് ചെയ്തത്. കിഡ്സ് പാർട്ടി മാത്രമായിരുന്നു കേട്ടോ. പിന്നെ അവളുടെ ഫ്രണ്ട്സിൻ്റെ അമ്മമാരും നമ്മുടെ കുറച്ച് ക്ലോസ് ഫ്രണ്ട്സ് അപ്പോൾ അവരും ഇവിടെ ഉണ്ടായിരുന്നു. ഒരു കുട്ടി പാർട്ടി. പക്ഷെ ആ ഒരു പാർട്ടി അങ്ങനെ നടത്തിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ചധികം തന്നെ എഫേർട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെയൊക്കെ ചെറിയ ചെറിയ ക്ലിപ്സ്, അത്ര വലിയ വ്ളോഗൊന്നുമല്ല, ബട്ട് സ്റ്റിൽ ഒരു ചെറിയൊരു കുട്ടി നമ്മളിങ്ങനെ ഓരോ സ്ഥലത്തൊക്കെ പോകുമ്പോൾ റെക്കോർഡ് ചെയ്ത് വയ്ക്കില്ലേ വീഡിയോസൊക്കെ, അപ്പോൾ അതൊക്കെ കൂട്ടിയിട്ടുള്ളൊരു കുഞ്ഞ് വീഡിയോ ആണിത്. അത്രയാണ് ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ. ആക്ച്വലി ഇതൊരു നമ്മുടെ ലൈഫ് ജേർണി റെക്കോർഡിങ് പോലെയാണ് കേട്ടോ എൻ്റെ ചാനൽ. റെഗുലറായിട്ട് വീഡിയോസും അതൊന്നും ഇടുന്നില്ല. പക്ഷേ ഉള്ള വീഡിയോസ് എന്നൊക്കെ പറയുന്നത് നമ്മുടെ ലൈഫിലെ കുറച്ച് നല്ല നല്ല മൊമെൻറ്റ്സാണ് ഞാൻ ഈ വീഡിയോ ആക്കുന്നത്. അപ്പോൾ നമുക്ക് പിന്നീടാണെങ്കിലൊക്കെ ഇരുന്ന് കാണാമല്ലോ. ഇപ്പോൾ ഉള്ള കഴിഞ്ഞ ബർത്ത്ഡേ ആണെങ്കിലും ഞാൻ ഇതേപോലെ റെക്കോർഡ് ചെയ്ത കാരണം നമ്മളിങ്ങനെ ഇടയ്ക്കൊക്കെ ഇങ്ങനെ നോക്കും. ഒരു ചെറിയ സന്തോഷം അത്രേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ അങ്ങനെ തന്നെയാണ്. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. ഓക്കെ. ഈ ഒരു ബർത്ത്ഡേ ലിസ്റ്റ് എഴുതാൻ തുടങ്ങിയിട്ടുണ്ടല്ലോ കാലം കുറേ ആയിട്ടോ. കുറേ പേപ്പറുകളിലും കുറേ കുഞ്ഞു കുഞ്ഞു ബുക്സിലും ഡ്രോയിങ് ബുക്കിൻ്റെ ബാക്കിലൊക്കെ അവൾ ഇടയ്ക്കിടയ്ക്ക് ഇരുന്ന് അവളുടെ ബർത്ത്ഡേ പാർട്ടിക്ക് വരുന്ന ഫ്രണ്ട്സിൻ്റെ പേര് എഴുതലാണേ. ഓരോ ദിവസത്തെ ലിസ്റ്റും കൂടിയാണ് വന്നുകൊണ്ടിരുന്നത്. കഴിഞ്ഞ 5ാമത്തെ ബർത്ത്ഡേ കഴിഞ്ഞപ്പോൾ മുതലേ ഈ ചേച്ചി ഇവിടെ ഇരുന്ന് ലിസ്റ്റ് എഴുതലാണ് കേട്ടോ നെക്സ്റ്റ് ബർത്ത്ഡേക്ക് വേണ്ടിയിട്ട്. ബർത്ത്ഡേ ലിസ്റ്റ് എഴുതി അവസാനം 17 പേരുടെ ഒരു ലിസ്റ്റിലാണ് ഞങ്ങൾ അവസാനം എത്തിച്ചത് കേട്ടോ. ഇനിയുള്ള ടാസ്ക് ഈ 17 പേർക്കുള്ള റിട്ടേൺ ഗിഫ്റ്റാണ്. അത് ഞങ്ങൾ പുറത്ത് പോകുമ്പോഴൊക്കെ കിഡ്സിൻ്റെ ഷോപ്പിൽ കയറി നോക്കലാണ് കേട്ടോ. ബബ്ബുക്കുട്ടി പറയുന്ന ഗിഫ്റ്റാണ് അമ്മ എടുക്കുകയുള്ളൂ. അങ്ങനെ കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റിയ ഐറ്റംസൊക്കെ ഉള്ള സെക്ഷനിൽ പോയി ഞങ്ങൾ 2 പേരും കൂടി ഇരുന്ന് തപ്പലാണ്. അങ്ങനെ അവസാനം ഞങ്ങൾ കുറച്ച് നല്ല പസിൽ സെറ്റ്സ് കണ്ടുപിടിച്ചു കേട്ടോ. ഇത്തവണത്തെ റിട്ടേൺ ഗിഫ്റ്റ് ഇതാണേ. സബിന് ആക്ച്വലി നമുക്ക് വീക്കെൻഡ്സാണ് കിട്ടുക. അപ്പോൾ വീക്കെൻഡ്സാണ് നമ്മൾ ലോകത്തുള്ള കടകളൊക്കെ മൊത്തം ഇങ്ങനെ കയറി നിറങ്ങണ ഒരു ദിവസം കേട്ടോ. ബർത്ത്ഡേ പാർട്ടിക്കുള്ള സാധനങ്ങൾ, പ്ലേറ്റ്സ്, ഇതൊക്കെ നമ്മൾ നോക്കലും. എല്ലാ സാധനങ്ങളും ഞാൻ കടയിലൊന്നും പോയിട്ടൊന്നും അല്ല കേട്ടോ എടുത്തത്. കടയിൽ പോവും, അതേസമയം തന്നെ ഞാൻ ഓൺലൈനിലും പാരലായിട്ട് അതിൻ്റെ റേറ്റ് കമ്പയർ ചെയ്യും കേട്ടോ. ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ നോക്കിയിട്ടൊക്കെയാണ് ഞാൻ ഓരോ സാധനങ്ങളും എടുക്കാറുള്ളത്. അങ്ങനെ ഫസ്റ്റ് സെറ്റ് റിട്ടേൺ ഗിഫ്റ്റ് കഴിഞ്ഞ് ഇനി നമ്മുടെ പാർട്ടിയിൽ കുറച്ചുകൂടി വലിയ കുട്ടികളുണ്ട്. അപ്പോൾ അവർക്ക് പറ്റിയ വേറെ എന്തെങ്കിലുമൊക്കെ ഗിഫ്റ്റ് നോക്കണം. പിന്നെ കുഞ്ഞ് ബേബീസ് ഉണ്ട്, അവർക്ക് പറ്റിയ ഗിഫ്റ്റും വേറെ നോക്കണം. അങ്ങനെ പല ഘട്ടങ്ങളിലായിട്ടാണ് നമ്മൾ ഷോപ്പിംഗ് നടത്തുന്നത് കേട്ടോ. സെലിബ്രേഷൻ തയ്യാറെടുപ്പുകളൊക്കെ ഒരു സൈഡിൽ കൂടി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ ഇടക്കാണ് ബബുവിൻ്റെ പിറന്നാൾ വരുന്നത്. പിറന്നാളിന് നമ്മുടെ കൊച്ചിന് വാഴയിലയിൽ ഒരു കുട്ടി സദ്യ കൊടുത്തില്ലെങ്കിൽ എന്ത് പിറന്നാളല്ലേ. നമ്മൾ മലയാളികൾ എവിടെ ചെന്നാലും പിറന്നാൾ ദിവസം ഒരു സദ്യ കഴിച്ചില്ലെങ്കിൽ ഒരു വലിയൊരു നഷ്ടം തന്നെയാണ്. അപ്പോൾ അതാരണം എൻ്റെ കൊച്ചിന് ഞാൻ നല്ലൊരു സദ്യ ഉണ്ടാക്കാൻ തീരുമാനിച്ചിട്ട് ബബുവിന് പിറന്നാളായിട്ട് ചെറിയൊരു സർപ്രൈസ് കൊടുക്കാമെന്ന് വിചാരിച്ചു. എല്ലാ ദിവസവും രാവിലെ അവളെ എണീറ്റ് 6:45 അവളുടെ സ്കൂൾ ബസ് വരും. അപ്പോൾ അതിൽ കയറി പോകലാണ്. അപ്പോൾ ഇത്തവണ ചെറിയ സർപ്രൈസ് കൊടുത്തു കേട്ടോ. ഇത് ഞാനൊരു കുട്ടി റീലായിട്ട് അന്നത്തെ ദിവസം തന്നെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. യൂട്യൂബിലാണെങ്കിലും ഇൻസ്റ്റയിലൊക്കെ ആണെങ്കിലും. അപ്പോൾ ആ റീൽ തന്നെ ഞാൻ ഇതിൽ പോസ്റ്റ് ചെയ്യാം കേട്ടോ. അല്ല, ഈ വ്ളോഗിൽ അത് ഇൻക്ലൂഡ് ചെയ്യാം. അപ്പോൾ പിന്നെ ഞാൻ വീണ്ടും അത് എഡിറ്റ് ചെയ്ത് കഷ്ടപ്പെടേണ്ട ആവശ്യമില്ലല്ലോ. നിങ്ങളിനി പിറന്നാളുടെ റീൽ കണ്ടോ. ഇന്ന് ബബ്ബുക്കുട്ടിയുടെ പിറന്നാളായതുകൊണ്ടേ സ്കൂൾ ബസ്സിലൊന്നും വിട്ടില്ല കേട്ടോ. നേരെ സ്കൂളിൽ കൊണ്ടുപോയി അച്ഛനമ്മയും കൂടി. നേരെ വന്ന് ഞാൻ അടുക്കളയിൽ കയറി ഒരു കുഞ്ഞി സദ്യയും തട്ടിക്കൂട്ടി. അപ്പോഴത്തേക്ക് ഒരാൾ ക്ലാസ് കഴിഞ്ഞെത്തി കേട്ടോ. നേരെ വന്ന് അവളെ കൈ കഴുകി ഊണ് കഴിക്കാനിരുന്നു. തൂഷണിലയിൽ ഒരു കുഞ്ഞി സദ്യ അമ്മ വാരിക്കൊടുത്ത്. അമ്മയും ഹാപ്പി, ബബ്ബുക്കുട്ടിയും ഹാപ്പി. അപ്പോഴാണ് ഇതുവാവയുടെയും പിറന്നാൾ ഇന്നാണെന്ന് അറിയണേ കേട്ടോ. ഇതുവിൻ്റെ 1ാം പിറന്നാളാണ്. അപ്പോൾ ഇതും ബബ്ബുക്കുട്ടിയും കൂടിയാണ് ഇന്ന് സദ്യ കഴിക്കണേ. എന്തായാലും നമ്മൾ 2 അമ്മമാരും ഹാപ്പി കേട്ടോ. പിറന്നാൾ ദിവസം നമ്മുടെ കുഞ്ഞു മക്കളുടെയൊക്കെ കൂടെ ഇരുന്ന് സദ്യ കഴിക്കുക എന്നൊക്കെ പറയണ ഒരു പ്രത്യേക സന്തോഷമല്ലേ. ഇതുവാവയ്ക്കാണെങ്കിൽ എൻ്റെ പായസം ഭയങ്കര ഇഷ്ടമായി തോന്നുന്നു കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ വീട്ടിലേക്ക് വിളിച്ചു. അമ്മാമ്മമാരെയൊക്കെ ഫുഡ് കഴിക്കണയൊക്കെ കാണിച്ചു കൊടുത്തു. കഥകളും വിശേഷങ്ങളൊക്കെ പറഞ്ഞു. ബബ്ബുക്കുട്ടി എന്തായാലും പിറന്നാൾ അടിച്ചു പൊളിച്ചു കേട്ടോ. നാട്ടിലാണെങ്കിലും പുറത്താണെങ്കിലും പിറന്നാൾ തന്നെയാണ്. അന്നൊരു സദ്യ കഴിച്ചില്ലെങ്കിൽ ആ ഒരു വർഷത്തെ സന്തോഷം പോയ പോലെയാണ് ഇപ്പോൾ. പിറന്നാൾ സദ്യയൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോഴേക്കും കൊച്ചിനൊരാഗ്രഹം, പിറന്നാളും ബർത്ത്ഡേ അല്ലേ, അപ്പോൾ കേക്ക് കട്ട് ചെയ്യേണ്ടതെന്ന്. അത് കേൾക്കാൻ കാത്തിരുന്ന് അച്ഛ കേക്ക് മേടിക്കാൻ പോയപ്പോൾ അമ്മ പറഞ്ഞേ കേക്കൊന്നും മേടിക്കണ്ട, ചെറിയ പേസ്റ്റ് മേടിച്ചാൽ മതി, എന്നിട്ട് നമുക്ക് കേക്ക് പോലെ കട്ട് ചെയ്യാമെന്ന്. ബബ്ബുക്കുട്ടി കേക്കാണ് കേട്ടോ എക്സ്പെക്റ്റ് ചെയ്തത്. പക്ഷെ പേസ്ട്രി ആയി എന്നുള്ളതിൻ്റെ വിഷമമാണ് മുഖത്ത് കാണുന്നത്. പക്ഷെ കൊച്ചു ഓക്കെ ആയിരുന്നു കേട്ടോ. അവൾക്ക് പക്ഷെ ബബ്ബുക്കുട്ടിക്ക് വലിയ കുഴപ്പമൊന്നും ഉണ്ടായില്ല കേട്ടോ. അവളത് ഓക്കെ ആയിരുന്നു, അവൾക്ക് ഇഷ്ടമായിട്ടോ കേക്കൊക്കെ. അങ്ങനെ ഒരാഴ്ച കടന്നുപോയി. നമ്മൾ ബർത്ത്ഡേ ദിവസം തലേന്ന് രാത്രി എത്തി കേട്ടോ. തലേന്ന് രാത്രിയല്ല വൈകുന്നേരം ആയപ്പോൾ ചിത്തിരയും സാവൂട്ടിയും വന്നതാണ് കേട്ടോ എന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഡെക്കറേഷൻ ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണ് ഞങ്ങളിവിടെ കഥ പറഞ്ഞ് വൈകുന്നേരം 5:30-6 മണി ആയപ്പോൾ തുടങ്ങിയ പണിയാണത്.
പിള്ളേർ രണ്ടുപേരും അവിടെ കളിയാണ് കേട്ടോ. ബലൂൺസൊക്കെ വീർപ്പിച്ചിട്ടിരിക്കുന്ന കാരണം അതുങ്ങളുടെ രണ്ടുപേരും കിളി പോയി കിടക്കുകയായിരുന്നു. ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ് കേട്ടോ രണ്ടുപേർക്കും നാളത്തെ ഒരു ദിവസത്തിന് വേണ്ടിയിട്ട്. ഞങ്ങൾ വീട്ടിലേക്ക് വിളിച്ച് വീട്ടിൽ ഈ വീഡിയോ ഇതൊക്കെ കാണിച്ചു കൊടുത്ത് ബലൂണൊക്കെ വീർപ്പിക്കണത് കാണിച്ചു കൊടുത്ത് തമാശയും കഥകളൊക്കെ പറഞ്ഞ് പിള്ളേർ സത്യം പറഞ്ഞാൽ സമയം എങ്ങനെയാണ് പോയെന്നൊരു എത്തും പിടിയില്ല കേട്ടോ. അത്രയും ബലൂൺ ആർച്ച് ആക്കുന്നതാണ് കേട്ടോ ഈ കാണുന്നത്. ചിത്തിരായിരുന്നു കുറേ നേരം എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇരുന്നിരുന്ന് അവസാനം തറയിൽ കിടപ്പും ഇരിപ്പൊക്കെ ആയി. പിന്നെ ബലൂൺ ആർച്ച് സെറ്റാക്കാൻ നമുക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല. പിന്നെ അതേ ബബ്ബുവിൻ്റെ നഴ്സറിയിലത്തെ ടീച്ചറും കുട്ടികളൊക്കെ വന്ന് അവർ അതിൻ്റെ ഹസ്ബൻഡൊക്കെ കൂടിയിട്ടാണ് നമ്മളെ ഹെൽപ്പ് ചെയ്തത്. അവർ ഫുൾ കട്ട സപ്പോർട്ടായിരുന്നു. സത്യം പറഞ്ഞാൽ ഈ ഒരു ടൈമിലാണ് നമ്മുടെ ഫ്രണ്ട്സ് എന്താണെന്നും അവരുടെ ആ ഒരു വിലയൊക്കെ നമ്മൾ മനസ്സിലാകുന്നത് കേട്ടോ. ഡെക്കറേഷനും പരിപാടിയൊക്കെ കഴിഞ്ഞ് എല്ലാവരും പോയപ്പോഴേക്കും സമയം 10:45. അപ്പോഴത്തേക്കും എൻ്റെ ബബ്ബുക്കുട്ടി ഇതേ ഉറക്കവുമായിട്ടോ. ഇനിയുണ്ട് നാളത്തേക്കുള്ള പരിപാടികൾ. ഇന്ന് രാവിലെ ആയപ്പോഴേക്കും ബബ്ബുക്കുട്ടി വിളിക്കാതെ തന്നെ എണീറ്റിട്ടാ. ഇന്നത്തെ ബർത്ത്ഡേ സെലിബ്രേഷൻ ആ ഒരു എക്സൈറ്റ്മെൻറ്റ് കൊണ്ടാണ് കൊച്ച് ഇത്രയും നേരത്തെ എണീറ്റ്. ഞങ്ങൾ ഇന്നലെ രാത്രി എന്തൊക്കെയോ കാണിച്ചുണ്ടാക്കിയ കുറേ ബലൂൺ സാധനങ്ങളുണ്ട്, അത് വെച്ചിട്ട് അവിടെ കളിയായിരുന്നു. പിന്നെ അതേ മെയിൻ പരിപാടി ഇവിടെ കിടക്കണേ ഉള്ളൂ. ബർത്ത്ഡേ ഫ്രണ്ട്സിന് കൊടുക്കാനുള്ള റിട്ടേൺ ഗിഫ്റ്റ് അതിവിടെ പാക്കിംഗ് ആണ് കേട്ടോ. മേർമെയ്ഡ് തീമായത് കാരണേ മേർമെയ്ഡിൻ്റെ കവറൊക്കെയാണ് കേട്ടോ ഞങ്ങൾ ഒപ്പിച്ചത്. ടെമൂന്നായിരുന്നു കേട്ടോ കുറേ പർച്ചേസ്. നമ്മുടെ ബർത്ത്ഡേ ഡെക്കറേഷൻസ് ഒക്കെ ആണെങ്കിലൊക്കെ ടെമൂന്നായിരുന്നു. എന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ നീതു എത്തിയിട്ടുണ്ട് കേട്ടോ. പിറന്നാളിൻ്റെ ഒരു കുഞ്ഞാവേനെ കണ്ടില്ലേ, ആ കുഞ്ഞാവയുടെ അമ്മയാണ് നീതു. അടിപൊളി ബേക്കറാണ്. നീതു ആണ് എനിക്ക് കപ്പ് കേക്ക്സൊക്കെ സെറ്റാക്കി തന്നത്. പാവം കുഞ്ഞാവേനെ ഹസ്ബൻഡ് അടുത്ത് ഏൽപ്പിച്ചിട്ട് എന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി രാവിലെ വന്നതാണ് കേട്ടോ. ഞങ്ങളിതേ കപ്പ് കേക്ക്സൊക്കെ ആക്കി സെറ്റാക്കി. ഇനി കിച്ചണൊക്കെ എനിക്കൊന്ന് ഒതുക്കണം. അയ്യോ 100 കൂട്ടം പണിയാണ് ഇന്നത്തെ ദിവസം. നിന്ന് തിരിയാൻ നേരമില്ലാത്തൊരു ദിവസമായിരുന്നു കേട്ടോ ഈ ശനിയാഴ്ച. അവളുടെ ബർത്ത്ഡേ പാർട്ടി കഴിയണ വരെ മുള്ളുമ്മയാണ് സത്യം പറഞ്ഞാൽ ഞാൻ നിന്നിരുന്നത്. കിഡ്സ് പാർട്ടി ആയതുകൊണ്ടേ നമ്മൾ ഒട്ടുമിക്ക സാധനങ്ങളും വീട്ടിൽ തന്നെയാണ് കേട്ടോ ആക്കിയത്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല പണി ഉണ്ടായിരുന്നു. പക്ഷേ ഫ്രണ്ട്സ് നമ്മുടെ കൂടെ ഉള്ളത് കാരണം നമുക്ക് അത്ര സ്ട്രെസ്ഫുള്ളായിട്ട് തോന്നിയേ ഇല്ല കേട്ടോ ഈ ഒരു ദിവസം. ഭയങ്കര ഹെൽപ്ഫുള്ളായിരുന്നു അവർ. എപ്പോഴും കൂടെ തന്നെ ഉണ്ടായിരുന്നു. പണിയൊക്കെ കഴിഞ്ഞ് ഇതേ റെഡി ആയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ഇതേ പോകുന്നതാണ് കേട്ടോ അവർ. ഇനിയിപ്പോൾ പാർട്ടിയുടെ ടൈം ആകുമ്പോഴേക്കും, വൈകുന്നേരമാണ് ബർത്ത്ഡേ പാർട്ടി, അപ്പോൾ ആ ടൈം ആകുമ്പോഴേക്കും ഇവർ വരും. അങ്ങനെ എന്തായാലും ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ എനിക്ക്. പിന്നെ കുറച്ച് പണി ഉണ്ടായിരുന്നു. എനിക്ക് ചെറിയ മിനി ഡോണറ്റ്സ് ഒക്കെ ആക്കാനുണ്ടായിരുന്നു. അത് ഞാനും ബബ്ബുക്കുട്ടിയോടും കൂടി ഉണ്ടാക്കിയത്. അതൊക്കെ ആക്കി വന്നു കഴിഞ്ഞപ്പോഴേക്കും സമയം ഒരു നേരമായി. പിന്നെ ഊണ് കഴിച്ചു, പെട്ടെന്ന് വീടൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തു. ബബ്ബുക്കുട്ടീനെ ഒന്ന് റെഡിയാക്കി വന്നപ്പോഴേക്കുണ്ടല്ലോടാ അതേ മുമ്മും ഫജ്റയും കൂടി പെട്ടെന്ന് റെഡി ആയിട്ട് വന്നു കേട്ടോ. അവരാണ് നമ്മുടെ വീട്ടിലെ ഫസ്റ്റ് ഗസ്റ്റ്. ബബ്ബുവിൻ്റെ മേക്കപ്പ് ഒന്നും കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ. ബബ്ബുക്കുട്ടിക്കുള്ള ഗിഫ്റ്റൊക്കെ ആയിട്ട് മുമ്മു വന്ന്. മുമ്മുവിന് ഭയങ്കര സന്തോഷമായിട്ടോ സാൻവിനെ കണ്ടിട്ട്. സാൻവിക്ക് ഭയങ്കര നമ്മൾ പാർട്ടി ടൈം പറഞ്ഞിരിക്കുന്നത്. പക്ഷേ നമ്മുടെ ഗസ്റ്റ് എല്ലാവരും തന്നെ അതിന് മുന്നേ തന്നെ എത്തി തുടങ്ങിയിട്ടോ. കാരണം എൻ്റെ പണിയൊന്നും കഴിഞ്ഞിട്ടില്ല. എനിക്ക് കുളിക്കാനുണ്ട്. അപ്പോഴത്തേക്ക് സാവൂട്ടി വന്ന് സൗദീനെ കണ്ടതോടെ സാൻവിക്ക് സന്തോഷം കൊണ്ട് ഇരിക്കാൻ വയ്യ. പിന്നെ ഞാൻ എൻ്റെ ഡ്യൂട്ടി എല്ലാം ചിത്തിരയെ അങ്ങോട്ട് ഏൽപ്പിച്ചിട്ട് ഞാൻ എൻ്റെ പണിക്ക് പോയിട്ടോ. ഇനി എനിക്ക് കുളിക്കണം, റെഡി ആവണം. ഞാൻ കുളി കഴിഞ്ഞ് വന്നപ്പോഴേക്കും ഇത്രയും ഗസ്റ്റ് ഓൾറെഡി എത്തിക്കഴിഞ്ഞു. പിന്നെ ഓരോരുത്തരായിട്ട് വരാൻ തുടങ്ങി. പിന്നെ അവരുടെ അമ്മമാരൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഫുൾ തിരക്കായിരുന്നു കേട്ടോ. ബബ്ബുക്കുട്ടീനെ ഒരു കണക്കിന് എങ്ങനെയൊക്കെയോ റെഡിയാക്കി. ഇതാണ് നമ്മുടെ ചെറിയൊരു പാർട്ടി സെറ്റപ്പ്. ബബ്ബുക്കുട്ടിയുടെ സന്തോഷം അത്രയേ ഉള്ളൂ ഈ ഒരു ഡെക്കറേഷന് പിന്നിൽ. അവളാണ് ഇതൊക്കെ സെലക്ട് ചെയ്തത് കേട്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വീടിൻ്റെ ഉള്ളിൽ ബർത്ത്ഡേ പാർട്ടി നടത്തുക എന്നുള്ളത് ഒരു വലിയൊരു ടാസ്ക് തന്നെയാണ് കേട്ടോ. പിന്നെ ഇതൊക്കെ ഒരു സന്തോഷമല്ലേ. ഈ ഒരു ഒച്ചപ്പാടും ബഹളവും പിള്ളേരുടെ സന്തോഷമാണല്ലോ നമുക്ക് വലുത്. എനിക്ക് ചിരി നിർത്താൻ പറ്റുള്ള Happy birthday, Sanvi. Ready? Yeah. Shall we cut the cake? Yeah. Happy birthday to you. Happy birthday to you.
Happy birthday, Sunny. കട്ടയ്ക്ക് കൂടെ നമ്മുടെ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നായിരുന്നുണ്ടല്ലോ, ഒന്നിനെക്കുറിച്ചും ഒരു ടെൻഷൻ എനിക്ക് ഉണ്ടായിരുന്നില്ല കേട്ടോ. വെൽ മാനേജ്ഡ് ആയിരുന്നു. ഇത്രയും കുട്ടികളുള്ളായിരുന്നു, നമുക്കത് ഒരിക്കലും ഒന്നോ രണ്ടോ പേർക്കൊന്നും ഹാൻഡിൽ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഫുഡ് എല്ലാ ഐറ്റംസ് എടുക്കാനും സെർവ് ചെയ്യാനൊക്കെ എല്ലാവരും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. അത് കാരണം ഞാൻ മാക്സിമം ഫ്രീ ആയിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ തമാശയും ബഹളവും വെച്ചപ്പാടൊക്കെ ആയിട്ട് അടിപൊളിയായിരുന്നു മൊത്തത്തിൽ. ഞങ്ങളുടെ മറ്റേ യോഗയിലല്ലേ ചെയ്യാൻ പറ്റും. അങ്ങനെ ബബുക്കുട്ടിയുടെ ചെറിയൊരു ബർത്ത്ഡേ പാർട്ടിയൊക്കെ കഴിഞ്ഞ് ബബുക്കുട്ടി എല്ലാവർക്കും റിട്ടേൺ ഗിഫ്റ്റ് കൊടുക്കണം കേട്ടത്. മേർമെയ്ഡിൻ്റെ കവർ, ബബുവിൻ്റെ സെലക്ഷനാണിത്. മേർമെയ്ഡ് തീമായിട്ട് ഞങ്ങൾ അന്വേഷിച്ച് കണ്ടുപിടിച്ചൊരു മേർമെയ്ഡ് കവറാണിത്. ഇതൊക്കെ ടെമുവിൻ്റെ ആണ് കേട്ടോ. ടെമുവിന് ഭയങ്കര ഒരു പ്രൊമോഷനാണ് ഞാൻ ഈ വീഡിയോയിൽ കൊടുക്കണേന്ന് തോന്നണമല്ലോ. എന്തായാലും ബബുക്കുട്ടി ഹാപ്പി ആയിട്ടോ. ഇതൊരു പ്രോപ്പർ വ്ളോഗൊന്നും അല്ലേ. അവിടെ ഇവിടെയൊക്കെ ഞാൻ കുറച്ച് ക്ലിപ്സ്, ഈ ഒരു ഡേയുടെ ഒരു കുറച്ച് മെമ്മറിക്ക് വേണ്ടി ഞാൻ കുറച്ച് ക്ലിപ്സൊക്കെ ഷൂട്ട് ചെയ്ത് വെച്ചിരുന്നതാണ്. ഇത് ബബുക്കുട്ടിയുടെ ബെസ്റ്റ് ഫ്രണ്ട്സ് ആവിന് എഴുതിയ ലെറ്ററാണ് കേട്ടോ. ബബുക്കുട്ടിയുടെ ബർത്ത്ഡേ കാർഡ്, ബബുവിൻ്റെ ഫ്രണ്ട്സൊക്കെ ബബുവിന് ബർത്ത്ഡേ കാർഡ് ഉണർന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ സാവുട്ടി ഉണർന്നത് കാണിച്ചു കൊടുക്കണതാണ്. സാൻവി ഇത് റീഡ് ചെയ്യാൻ പറഞ്ഞിട്ട് കളിയും തമാശയും ബഹളമൊക്കെ ആയിട്ട് അടിപൊളിയായിരുന്നു ഈ പാർട്ടി. പാർട്ടിയൊക്കെ കഴിഞ്ഞ് എല്ലാവരും പോയി. നമ്മുടെ ഫ്രണ്ട്സ് നമ്മുടെ വീടൊക്കെ ക്ലീൻ ആക്കി തന്ന് സബിനോട് ബൈ ബൈ പറഞ്ഞിട്ട് അവരും ഇറങ്ങിയാണ്. ഇനിയിപ്പോൾ നമുക്ക് നൈറ്റ് നമ്മുടെ കസിൻസ് വരുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഷനു ബേബി പോയിട്ട് അങ്കിളിൻ്റെ അടുത്ത് ടാറ്റ പറയാൻ വന്നേക്കാണ് കേട്ടോ. അങ്ങനെ എല്ലാവരും പോയതിന് ശേഷം ഞങ്ങളൊരു കുഞ്ഞ് ഗിഫ്റ്റ് കൊടുത്തു കേട്ടോ. എല്ലാ തവണത്തെയും ബർത്ത്ഡേക്ക് ബബ്ബുവിന് ചെറിയൊരു ഗോൾഡ് കോയിൻ മേടിച്ച് കൊടുക്കേ. ഇത്തവണ അത് കൊടുത്തു കേട്ടോ. ബബ്ബുവിന് ഈ പിള്ളേർക്ക് ഗോൾഡ് കോയിനും എന്താണെന്നൊക്കെ വല്ലതും അറിയോ? അവർക്ക് അതിനോടൊന്നും വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. അവൾക്ക് ടോയ്സ് മതി. അവൾ ആഗ്രഹിച്ച ടോയാണ് ഇത്തവണത്തെ ബബ്ബുവിന് സർപ്രൈസ് ഗിഫ്റ്റായിട്ടാണ് നമ്മൾ കൊടുത്തത്. പെപ്പാപ്പിക്കിൻ്റെ ടോയ് നമ്മൾ മേടിച്ചിട്ടുണ്ട്. പക്ഷെ അത് ഇന്ന് കൊടുക്കൂല. ബബ്ബു നാളെ രാവിലെ എണീക്കുമ്പോൾ സർപ്രൈസ് ആയിട്ട് കൊടുക്കാനായിട്ട് നമ്മൾ പ്ലാൻ ചെയ്തു. ബബ്ബുവിന് കിട്ടിയ ഗിഫ്റ്റൊക്കെ ബബ്ബു ഓരോന്നായിട്ട് ഓപ്പൺ ചെയ്ത് വന്നപ്പോഴേക്കും നമ്മുടെ കസിൻസ് എത്തി കേട്ടോ. പിന്നെ ഡിന്നർ ഇവിടെ ആയിരുന്നു എല്ലാവരും കൂടി. അങ്ങനെ സെലിബ്രേഷനൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ രാത്രി കിടന്നപ്പോഴേക്കും സമയം 2 മണി ആവാറായിട്ടോ. അങ്ങനെ ബബ്ബുക്കുട്ടി നേരെ കിടന്നുറങ്ങി. രാവിലെ എണീറ്റ് വരുന്നതാണ് കേട്ടോ ഈ കാണുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ബബ്ബുവിൻ്റെ ഏറ്റവും ബെസ്റ്റ് ഗിഫ്റ്റ് കേട്ടോ. അവൾ കുറേ നാളായി പുറകെ നടന്ന് ചോദിക്കുന്ന സാധനമാണ് കേട്ടോ. ബോർഡേഴ്സ് എന്ന് പറഞ്ഞ ഷോപ്പുണ്ട് നമ്മുടെ ഇവിടെ ഒരു ഷോപ്പിംഗ് മോളിൽ. അപ്പോൾ അവിടെ ഒരു സാധനം കണ്ട്, പെപ്പാപ്പിക്കിൻ്റെ ഫാനാണ് ബബ്ബുക്കുട്ടി. അവിടെ കണ്ട പെപ്പാപ്പിക്കിനെയാണ് അവൾക്ക് വേണ്ടത്. അത്യാവശ്യം കുറച്ച് റേറ്റുള്ള സാധനം കാരണം ഞാൻ മേടിക്കാൻ സമ്മതിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പക്ഷെ ഇത് ഞാൻ അറിയാതെ പോയി മേടിച്ച് വെച്ചതാണിത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ബർത്ത്ഡേ ഗിഫ്റ്റ് ബബ്ബുക്കുട്ടി തീരെ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ബബ്ബുവിനത് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ഈ ഒരു ഗിഫ്റ്റ് കിട്ടിയിട്ട്. സർപ്രൈസ്ഡ് ആയിട്ടുള്ള ഒരു എക്സ്പ്രഷനൊന്നും ബബ്ബുവിൻ്റെ മുഖത്തൊന്നും വന്നില്ല കേട്ടോ. ഈ വീഡിയോ എടുക്കാൻ പോയി ഞാൻ ചമ്മിപ്പോയി. എന്തൊക്കെ വിലപിടിപ്പുള്ള സാധനങ്ങൾ മേടിച്ചു കൊടുത്താലുണ്ടല്ലോ, നമ്മുടെ പിള്ളേർ ഇഷ്ടപ്പെടുന്ന ആ ഒരു ചെറിയ സാധനം മേടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവർ ഹാപ്പി ആവും കേട്ടോ. അവിടെ ഈ പറയുന്ന വിലകൾക്കൊന്നും യാതൊരു പ്രസക്തിയില്ല അല്ലേ.
രാവിലെ ബബുവിന് സർപ്രൈസ് ഒക്കെ കിട്ടി. പിന്നെ ഞങ്ങളൊന്ന് പതിയെ പുറത്തേക്ക് ഇറങ്ങി കേട്ടോ. ബർത്ത്ഡേ ആയിട്ട് ചുമ്മാ കറങ്ങാം. പിന്നെ ബബുക്കുട്ടിയുടെ സ്കൂളിലേക്ക് ബർത്ത്ഡേ സെലിബ്രേഷന് ചോക്ലേറ്റ്സ് ഒന്നും കൊണ്ടുപോകാൻ പാടില്ല. ക്ലാസ് റൂമിൽ നമ്മൾ പ്ലാൻസ് ആണ് കൊടുത്തിടാൻ പാടുള്ളൂ. അങ്ങനെ നമ്മൾ ചെടി എടുക്കാൻ വേണ്ടി ഐക്കയിൽ വന്നേക്കാം കേട്ടോ. ബബുക്കുട്ടി തന്നെയാണ് അവൾക്ക് വേണ്ടിയിട്ടുള്ള ചെടിയൊക്കെ എടുക്കണേ. അതെടുത്ത് പിന്നെ രാത്രി എങ്ങനെയാണ് കൊച്ച് ആ ഒരു എക്സൈറ്റ്മെൻറ്റിൽ കിടന്ന് ഉറങ്ങിയത് എനിക്കറിയില്ല. രാവിലെ തന്നെ എണീറ്റ് നേരത്തെ റെഡിയായി ബർത്ത്ഡേ ഡ്രസ്സൊക്കെ ഇട്ട് ചെടിയൊക്കെ ആയി. രാവിലെ തന്നെ ബർത്ത്ഡേ ഗേൾ ക്ലാസ്സിൽ പോണതാണ് ഈ കാണുന്നത്. പിള്ളേരുടെ സന്തോഷം ഇതൊക്കെയാണല്ലേ. അപ്പോൾ ഒരു കുട്ടി വ്ളോഗായിരുന്നത്. അപ്പോൾ ബൈ.